ഈ ചാനലിൻ്റെ മന്ത്ലി ഏർണിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. $420 to $6,000 പെർ മന്ത് ആണ് ഈ ചാനൽ ഏർണിംഗ് ചെയ്യുന്നത്. ഇനി വേറൊരു ചാനൽ നമുക്ക് നോക്കാം. ഈ കാണുന്ന ചാനൽ alex.com എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ മന്ത്ലി ഏർണിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. $840 to $13,000 ആണ് ഈ കാണുന്ന ചാനൽ ഏർണിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ചാനൽസിൻ്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അഡ്വാൻസ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്. അതായത് ഹ്യൂമൻ ഫേസ് അല്ലെങ്കിൽ ഹ്യൂമൻ വോയിസ് ഒന്നും യൂസ് ചെയ്യാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടാണ് ഇത്രയും ഏർണിങ്സ് ഈ ചാനൽ ഏൺ ചെയ്യുന്നത്, മന്ത്ലി ഏൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ക്യാഷും കാര്യമൊക്കെ ഏൺ ചെയ്യാൻ നമ്മളെ കൊണ്ട് പോസിബിൾ ആണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അപ്പോൾ ഷുവറായിട്ട് തന്നെ പോസിബിൾ ആണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരുന്ന മെത്തേഡും പിന്നെ നിങ്ങളുടെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കാര്യമൊക്കെ ആഡ് ചെയ്താൽ ഷുവറായിട്ട് തന്നെ വിത്തിൻ 3 months 3 മാസം കൊണ്ട് നമുക്ക് പെർ മന്ത് 30,000 to 40,000 റുപ്പീസ് വെച്ച് നമുക്ക് ഏർണിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. 3 months നിങ്ങൾ ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യണം. 3 months നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 30,000 to 40,000 പെർ മന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഏൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ chatgpt എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ജിമെയിലും കാര്യമൊക്കെ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു കാറ്റഗറി നിങ്ങൾ കണ്ടുപിടിക്കണം, ഒരു നിഷ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്യാണ് ഹൈ CPM യൂട്യൂബ് ചാനൽ ഐഡിയാസ് ഫോർ USA എന്നാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്ന മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഓഡിയൻസിനല്ല ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മൾ USA ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ US നമുക്ക് ഹൈ CPM കിട്ടുന്നുണ്ട്. CPM എന്ന് വെച്ചാൽ കോസ്റ്റ് പെർ മൈൽ, അതായത് 1000 വ്യൂസിന് എത്ര ഡോളർ കിട്ടും എന്ന് പറയുന്നതാണ് CPM എന്ന് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈ CPM കിട്ടുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ US. അപ്പോൾ അതുകൊണ്ട് നമ്മൾ US ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ ടോപ്പിക്കും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാറ്റഗറിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസും കാര്യമൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റും കാര്യമൊക്കെ ഉള്ള ചാനൽ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാറ്റഗറി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിൻ്റെ ഒരു മോഡലാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആ ഒരു കാറ്റഗറിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസും കാര്യമൊക്കെ US നല്ല രീതിയിൽ ഇതുള്ളതാണ്, സെർച്ച് വോളിയൂമും കാര്യമൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് ആദ്യം വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സിമ്പിളായിട്ട് ഇവിടെ സെർച്ച് ചെയ്യാണ് ഗിവ് മീ എ യൂട്യൂബ് വീഡിയോ ഔട്ട്ലൈൻ ഫോർ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്കിവിടെ ടോപ്പ് 5 ways to ലോസ് വെയിറ്റ് എന്ന് നമുക്കിവിടെ സിമ്പിളായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് സെർച്ച് ചെയ്യുക ഇവിടെ സിമ്പിളായിട്ട്. അതിൻ്റെ ഔട്ട്ലൈൻ ഗിവ് മീ എ യൂട്യൂബ് വീഡിയോ ഔട്ട്ലൈൻ ഫോർ നിങ്ങളുടെ വീഡിയോ ടോപ്പിക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ ടോപ്പിക്കല്ല ഔട്ട്ലൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ 5 മെത്തേഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൺക്ലൂഷൻ വരെ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്, വീഡിയോൻ്റെ ഔട്ട്ലൈൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഔട്ട്ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഔട്ട്ലൈൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ ഞാൻ കോപ്പി ചെയ്ത് സെർച്ച് ബാറിൽ ഒന്നും കൂടി സെർച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ ജനറേറ്റ് ആവുന്ന കാണുന്നുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ജനറേറ്റ് ആവുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഇത് ജനറേറ്റ് ആയതിനു ശേഷം സിമ്പിളായിട്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ആയതുകൊണ്ട് കൈൻ മാസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കൈൻ മാസ്റ്ററിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോക്ക് വീഡിയോസിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റോക്ക് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ pixels.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ഇഷ്ടം പോലെ നമുക്കിവിടെ സ്റ്റോക്ക് വീഡിയോസും ഫോട്ടോസും കാര്യമൊക്കെ കിട്ടുന്നതാണ്.
അപ്പോൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം, യൂട്യൂബിൽ യൂസ് ചെയ്യാം. ഒരു കോപ്പിറൈറ്റും കാര്യം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഏറോ മാർക്ക് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റെസൊല്യൂഷൻസും കാര്യമൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രീ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ആയതിനു ശേഷം കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് ന്യൂ പ്രൊജക്റ്റിൽ പോയതിനു ശേഷം സൈസും കാര്യമൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോസും കാര്യമൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഡിറ്റിങ്ങും കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീസും നിങ്ങളുടെ ഐഡിയാസും കാര്യമൊക്കെ വെച്ചിട്ട് വേണം എഡിറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ ആൾക്കാർ ഈ മെത്തേഡ് ട്രൈ ചെയ്യാൻ പോവും, അല്ലെങ്കിൽ ഇതുപോലെ കുറേ വീഡിയോസും കാര്യമൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇതേപോലെ ചെയ്യാൻ നോക്കും. അപ്പോൾ കോമ്പറ്റീഷൻസും കാര്യമൊക്കെ നല്ല കോമ്പറ്റീഷനും കാര്യമൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാച്ച് ടൈമും കാര്യമൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. വാച്ച് ടൈം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസും കാര്യമൊന്നും വൈറലാവില്ല. ഇനി നമുക്ക് വോയിസ് ഓവർ വേണം. വോയിസ് ഓവറിന് വേണ്ടി ഞാനിവിടെ മൈക്ക് മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. മൈക്ക് മോൺസ്റ്ററിൽ സിമ്പിളായിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഒരു പ്രൊജക്റ്റ് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളോട് ലാംഗ്വേജും കാര്യമൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇംഗ്ലീഷ്, USA ഇംഗ്ലീഷാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ക്യാരക്ടർ ഇവിടെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്ലോക്കി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ എന്താണെന്ന് വെച്ചാൽ ഫ്ലോക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല രീതിയിൽ നമുക്ക് ഹ്യൂമൻ വോയിസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മുടെ സ്ക്രിപ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ chatgpt വന്നതിന് ശേഷം സ്ക്രിപ്റ്റ് ഇവിടുന്ന് സിമ്പിളായിട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എൻ്റർ യുവർ ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റൈലും കാര്യമൊക്കെ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്, വോയിസിൻ്റെ സ്റ്റൈല്. അപ്പോൾ വോയിസിൻ്റെ സ്റ്റൈലും കാര്യമൊക്കെ ചൂസ് ചെയ്തതിന് ശേഷം പ്രിവ്യൂ അല്ലെങ്കിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓഡിയോ കേൾക്കാൻ സാധിക്കുന്നതാണ്. Maintaining a healthy weight is important for overall health and well-being, as being overweight. ഗൈസ്, ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് റിയൽ ഹ്യൂമൻ വോയിസ് പോലത്തെ വോയിസ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് എടുത്തതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് കൈൻ മാസ്റ്ററിൽ പോയിട്ട് ബാക്കി എഡിറ്റിങ്ങും കാര്യമൊക്കെ ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ആ ഒരു വോയിസ് ഇവിടെ ആഡ് ചെയ്ത് കറക്റ്റായിട്ട് ബാക്കിയുള്ള വീഡിയോസും കാര്യമൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റിവിറ്റിയും കാര്യമൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീഡിയോ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു ചാനലും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോ എങ്ങനെ വൈറലാക്കണം, അല്ലെങ്കിൽ എങ്ങനെ നല്ല വ്യൂസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ vidIQ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. vidIQയിൽ പോയതിന് ശേഷം നിങ്ങളുടെ ജിമെയിലും കാര്യമൊക്കെ സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതിൽ ആഡ് ആക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് ചാനലും കാര്യമൊക്കെ ആഡ് ആക്കിയതിന് ശേഷം ഇവിടെ കീവേഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങളുടെ വീഡിയോയുമായി റിലേറ്റ് ചെയ്യുന്ന കീവേഡും കാര്യമൊക്കെ എൻ്റർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ കോമ്പറ്റീഷൻസും സെർച്ച് വോളിയും കാര്യമൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു കീവേഡിൻ്റെ കോമ്പറ്റീഷൻസും സെർച്ച് വോളിയംസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോ കോമ്പറ്റീഷൻസും ഹൈ സെർച്ച് വോളിയമും ഉള്ള കീവേഡും കാര്യമൊക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടാഗ് സെക്ഷനിലും അതേപോലെ തന്നെ ടൈറ്റിലൊക്കെ ആ ഒരു കീവേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും ആ ഒരു കീവേഡ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ടോപ്പിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് SEO ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കീവേഡ് എൻ്റർ ചെയ്തുകൊണ്ട് SEO ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ കീവേഡും കാര്യമൊക്കെ നിങ്ങൾ എന്തായാലും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർ മന്ത് 30,000 to 40,000 rupees നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. See you all in my next video. Till then, goodbye.